വോട്ട് ചോരി ഞാൻ അതിൻ്റെ കുറച്ച് കണക്കുകൾ പറയാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ബോറാണ്, കേട്ടിരിക്കാൻ ബോറായിരിക്കും. പക്ഷെ എത്ര ബോറായാലും ഇത് പറയുകയല്ലാതെ രക്ഷയില്ല. ഇത് ആര് കേൾക്കുന്നില്ലെങ്കിലും BD സതീശനും MV ഗോവിന്ദനും കേൾക്കണം, ബിനോയ് വിശ്വവും PK കുഞ്ഞാലിക്കുട്ടിയും കേൾക്കണം എന്നാണ് ഞാൻ പറയുക. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഈ ദിവ്യ പറഞ്ഞതുപോലെ കരട് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. 23 ലക്ഷം ആളുകളാണ്, വോട്ടർമാരാണ് ഒഴിവാക്കപ്പെട്ടത്. അത് ASD ലിസ്റ്റ് എന്നാണ് പറയുക. ആബ്സെൻസ്, ഷിഫ്റ്റ്, ഡിലീഷൻ. അതിനകത്ത് ആദ്യം നമ്മൾ കാണേണ്ട കാര്യം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 11 അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട്. 2-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 9 അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട്. ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് മൊത്തം കേരളത്തിൽ 23 ലക്ഷം ആളുകളാണ് ഒഴിവാക്കപ്പെട്ടത്. ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് 11, 9 എത്ര 20 ഈ 20 അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ BJP 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ വന്ന അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. കഴക്കൂട്ടം, BJP 1-ാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻ്റ് എടുത്ത് കഴക്കൂട്ടത്ത് 43,395, വട്ടിയൂർക്കാവ് 54,163, നേമത്ത് 49,063, ആറ്റിങ്ങൽ 16,012, കാട്ടാക്കട 25,233, മണലൂർ 20,698, ഒല്ലൂർ 31,310, തൃശ്ശൂർ 30,417, ഇരിഞ്ഞാലക്കുട 17,576, പുതുക്കാട് 18,520, നാട്ടിക 23,595. ഇതാണ് BJP 1-ാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻറ്റുകൾ ഒഴിവാക്കപ്പെട്ട ആളുകൾ. ഇനി 2-ാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻറ്റുകൾ മഞ്ചേശ്വരം 17,000, ഇത് ബോറാണ് പക്ഷേ ഞാൻ വായിക്കാതെ വിടില്ല ഞാൻ, 17,160, കാസർഗോഡ് 17,080, പാലക്കാട് 32,165, ഹരിപ്പാട് 14,276, കായംകുളം 17,834, വർക്കല 15,032, തിരുവനന്തപുരം ശ്രദ്ധിക്കണം കേട്ടോ, തിരുവനന്തപുരം 58,828, കോവളം 27,525, നെയ്യാറ്റിൻകര 26,904. നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് BJP നന്നായി പെർഫോം ചെയ്തിട്ടുള്ള അസംബ്ലി സെഗ്മെൻറ്റുകളാണ്. എ ക്ലാസ്സിലാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ചോദ്യം അതാണ്. എന്തുകൊണ്ട് ഇത്രയും അധികം ആളുകൾ ഒഴിവാക്കപ്പെട്ടു? രണ്ടാമത്തെ, ഇത്ര അധികം ആളുകൾ തങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ട് BJPക്ക് എന്താണ് ഒരു ആശങ്കയില്ലാത്തത്? നമ്മളെ RC ഒന്നും പറയുന്നില്ല, സുരേന്ദ്രൻ ഒന്നും പറയുന്നില്ല. തങ്ങൾ പ്രധാനമെന്ന് കരുതുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ ഒഴിവാക്കപ്പെടും. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒന്നും പറയുന്നില്ല. BD സതീശനോ ഗോവിന്ദനോ കുഞ്ഞാലിക്കുട്ടിയോ ബിനോയ് വിശ്വോ ഒന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരാരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയോ ഇത് പഠിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമ്മളിത് പഠിക്കാൻ തീരുമാനിക്കുന്നത്. നമ്മൾ പാലക്കാട് നിന്ന് തുടങ്ങി, ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ വാർത്ത കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണേണ്ട കാര്യം, ഈ ലിസ്റ്റ് എഗൻ അതിനെ വിഘടിപ്പിക്കുന്നുണ്ട്. ASD ലിസ്റ്റിൽ വരുന്ന കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഓൾറെഡി എൻറോൾഡ്. എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് എഗൻ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എൻറോൾഡ്, സംവെയർ എൽസ് എൻറോൾഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്നുവെച്ചാൽ BLOമാരാണല്ലോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. അൺട്രേസബിൾ ബാർ ആബ്സെൻറ്റ്, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൺട്രേസബിൾ, കണ്ടെത്താൻ കഴിയുന്നില്ല. അൺട്രേസബിൾ ആയിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളെ, 10,000-കണക്കിന് ആളുകളെ ഇപ്പോൾ 2024 വോട്ട് ചെയ്ത ആളുകളെ 2025 യു കനോട്ട് ട്രേസ് ദം എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാത വോട്ടർമാരെവിടെ, ഈ ജിന്നുകൾ എവിടെ, എന്താണ് അൺട്രേസബിൾ ആയിട്ടുള്ള ആളുകൾ. അതാണ് ഒരു കാറ്റഗറി. പിന്നെ പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഡെത്ത് എഗൈൻ ഒരു കാറ്റഗറിയാണ്, മരിച്ചയാൾ. പിന്നെ രസകരമായ ഒരു കാറ്റഗറി ഉണ്ട്, EF റിഫ്യൂസ്ഡ്, എലിമിനേഷൻ ഫോം റിഫ്യൂസ് ചെയ്ത ആളുകൾ. എനിക്ക് തോന്നുന്നു മാവോയിസ്റ്റുകളോ മറ്റോ ആയിരിക്കും. ഞങ്ങളത് റിഫ്യൂസ് ചെയ്യാണ്, ഞങ്ങൾക്കത് വേണ്ട. ലിസ്റ്റിലുണ്ടാവും, ഓൾറെഡി ചിലപ്പോൾ പേരുണ്ടാവായിരിക്കാം, പക്ഷേ ഞങ്ങളത് ചെയ്യുന്നില്ല എന്ന് പറയാം. എനിക്ക് തോന്നുന്നു മാവോയിസ്റ്റുകളായിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയില്ല. ഇത്രയും കാറ്റഗറീസിലാണെന്നില്ല. അത് നമ്മൾ പാലക്കാട് പരിശോധിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസങ്ങളും മറ്റ് മണ്ഡലങ്ങളും നമ്മൾ നിശ്ചയമായിട്ടും പരിശോധിക്കും, അത് പ്രേക്ഷകരെ അറിയിക്കും. അപ്പോൾ പാലക്കാട് പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ബൂത്തുകളാണ്. ബൂത്ത് നമ്പർ 63 വടക്കന്തറ ഡോക്ടർ നായർ GUPS സ്കൂൾ. അവിടെ ഒരു ബൂത്തിൻ്റെ കഥയാണ് പറയുന്നത്. അവിടെ ആകെ ഒഴിവായത് 470 വോട്ടർമാർ ആ ബൂത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്.
ഇത് അപൂർവമാണ് കേട്ടോ. കേരളത്തിൽ മറ്റവിടെ ഇങ്ങനെ കാണില്ല. ഇവനെ ഈ മണ്ഡലങ്ങൾ മാറ്റി നിർത്തി 470 വോട്ടർമാർ ഒഴിവായതിൽ 305 പേർ അൺട്രേസബിളാണ്. ഒരു ബൂത്തിൽ നിന്ന് 305 പേര് അൺട്രേസബിൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആരാണോ അവരെന്ന് അറിയില്ല. അതുകൊണ്ട് BLO കണ്ടെത്താൻ പറ്റുന്നില്ല, ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 305 പേർ. വടക്കന്തറ ബൂത്ത് 62, അവിടെ മൊത്തം ഒഴിവായത് 449. മൊത്തം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഡെത്ത്, ഷിഫ്റ്റഡ്, EF എല്ലാം കൂടി. അതിൽ അൺട്രേസബിൾ കാറ്റഗറിയിൽ 246 പേർ. നോക്കൂ, 449 പേർ ഒഴിവാകുന്നു, അതിൽ 249. ഒരു ബൂത്ത് വടക്കന്തറ ബൂത്ത് 62, ബൂത്ത് നമ്പർ 36, അവിടെ 401 വോട്ടർമാരാണ് ഒഴിവായത്. അതിനകത്ത് 288 പേർ അൺട്രേസബിൾ. മൂത്താന്തറ ബൂത്ത് നമ്പർ 57, 250 പേരാണ് ഒഴിവായത്. അതിൽ 148 അൺട്രേസബിൾ. വടക്കന്തറ ബൂത്ത് നമ്പർ 43, അവിടെ നിന്ന് ഒഴിവായത് 425 പേർ. അൺട്രേസബിൾ 321 പേർ. ഈ പറഞ്ഞ ബൂത്തുകളെല്ലാം BJPക്ക് വലിയ അപ്പർ ഹാൻഡുള്ള, വലിയ തോതിൽ BJP വോട്ട് വാങ്ങിയിട്ടുള്ള ഒരു 50-65% ആളുകൾ അൺട്രേസബിൾ ആണെന്നുള്ളതാണ്. ഒഴിവായതിൽ 50-65 മരണം സംഭവിക്കാൻ ഷിഫ്റ്റ് ചെയ്യാത്ത, പക്ഷേ 65%, 50 മുതൽ 65% വരെ ആളുകൾ അൺട്രേസബിൾ ആണെന്നുള്ളത്. ഞാൻ ഈ കണക്ക് മാത്രം ഇവിടെ വെക്കുകയാണ്. ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതേക്കുറിച്ച് ആലോചിക്കട്ടെ. ഇനി സംഭവിക്കാൻ പോകുന്നവർ ഇപ്പോൾ ആശ്വസിക്കാം, ആ വോട്ടൊക്കെ പോയല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാം. എവിടെയോ സംഭവിക്കുന്നവരെ ഇതിൻ്റെ പുതുതായി ചേർക്കുന്നൊരു പ്രക്രിയ ഇനി വരും. എൻ്റെ പുതിയ പട്ടിക വരും. അപ്പം നോക്കിക്കോ, മിക്കവാറും സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഈ മണ്ഡലങ്ങളിലെല്ലാം അഭൂതപൂർവമായ വർധന. ഈ ജിന്നുകളെല്ലാം എവിടുന്നെങ്കിലും തിരിച്ചു വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം നന്ന ചുരുങ്ങിയത് ഇതൊന്ന് പഠിക്കാനെങ്കിലും സമയം കണ്ടെത്തണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്.